നമസ്കാരം. ഗാസ്ട്രോകോണിൻ്റെ പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മുടെ നാക്കിൽ പാടുകൾ വരുന്ന ഒരു അസുഖത്തെക്കുറിച്ച് നമ്മൾ പണ്ട് ഒരു എപ്പിസോഡിൽ സംസാരിച്ചു. അതിൻ്റെ പേരാണ് ജോഗ്രഫി ടങ്. നാക്കിൽ നമ്മുടെ ഭൂമിയുടെ ഗ്ലോബിൻ്റെ മുകളിൽ നമ്മുടെ ഭൂമിശാസ്ത്രത്തിലൊക്കെ കാണുന്ന പോലെ രാജ്യങ്ങളിലെ പടങ്ങൾ വരച്ച് വയ്ക്കുന്ന പോലെയുള്ള പാടുകൾ പ്രത്യക്ഷപ്പെടുന്ന അസുഖമാണ് ജോഗ്രഫി ടങ്. അതിൽ രസമുകുളങ്ങൾ ഒരു പ്രത്യേക ഏരിയയിൽ പോയി അങ്ങനെയാണ് ഈ ഒരു പാടുകൾ ഉണ്ടാകുന്നത്. ഈ പാടുകളുടെ പ്രത്യേകത, ഇടയ്ക്ക് ഇത് മാറി നിൽക്കും, പിന്നെ വീണ്ടും വരും. ഓരോ പ്രാവശ്യം വരുമ്പോഴും വീണ്ടും വേറെ രീതിയിലുള്ള ഷേപ്പുകളായിരിക്കും. ഒരു പ്രാവശ്യം ഇന്ത്യയുടെ ഷേപ്പിൽ വന്നാൽ അടുത്ത പ്രാവശ്യം പാകിസ്ഥാൻ്റെ ഷേപ്പിലായിരിക്കും വരുന്നത്, പിന്നെ വരുന്നത് ക്യൂബയുടെ ഷേപ്പിലായിരിക്കും. അങ്ങനെ യാതൊരു പാർഷ്യാലിറ്റിയും കാണിക്കാതെ വിവിധ രാജ്യങ്ങളിലെ ഷേപ്പിൽ നാക്കിലിൻ്റെ മുകളിൽ ഈ പാടുകൾ വരുന്ന അസുഖത്തിനെയാണ് ജോഗ്രഫി ടങ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൻ്റെ ചികിത്സ എന്താണ് എന്നുള്ളത് പലരും എൻ്റെ അടുത്ത് ഇങ്ങനെ നമ്മുടെ ആ എപ്പിസോഡിൽ പലരും സംശയം ചോദിക്കുകയുണ്ടായി. അപ്പോൾ ഇതിൻ്റെ ചികിത്സ എന്താണ് എന്നുള്ളതാണ് ഇന്നത്തെ എപ്പിസോഡിൽ നമ്മൾ സംസാരിക്കുന്നത്. യഥാർത്ഥത്തിൽ ജോഗ്രഫി ടങ്ങിൻ്റെ കൃത്യമായിട്ടുള്ള കാരണം ഇതുവരെ കണ്ടുപിടിച്ചിട്ടില്ല. അത് കാരണം അത് പൂർണ്ണമായിട്ട് മാറ്റിക്കളയാനായിട്ടുള്ള ഒരു ഡെഫിനറ്റ് ആയിട്ടുള്ള ഒരു ചികിത്സ ഇന്ന് നിലവിലില്ല. എങ്കിൽ കൂടിയും ജോഗ്രഫി ടങ് സിംറ്റമാറ്റിക് ആകുമ്പോൾ നമുക്ക് ചികിത്സിക്കാനായിട്ട് നമ്മൾ നിർബന്ധിതരാകും. കാരണം ഇതിൻ്റെ സിംറ്റംസ് എന്ന് പറഞ്ഞാൽ ചില ആളുകളിൽ വായ്ക്കകത്ത് പൊള്ളുന്ന ഒരു ഫീലിംഗ് ഉണ്ടാകും, ചില ആളുകളിൽ വായിൽ വേദന ഉണ്ടാകും, ചില ആളുകളിൽ ടേസ്റ്റ് അറിയാത്ത പോലെ ഉണ്ടാകും, അല്ലെങ്കിൽ ടേസ്റ്റിൻ്റെ വ്യതിയാനങ്ങളുണ്ടാകും, മധുരം കഴിക്കുമ്പോൾ ചവർപ്പ് പോലെ തോന്നും. ഇങ്ങനെയുള്ള ബുദ്ധിമുട്ടുകളുള്ള ആളുകളിൽ നമുക്കത് ചികിത്സിക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ചികിത്സിക്കുന്നതിന് ഒരു ഗൈഡ് ലൈൻ നമ്മൾ രൂപപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ചില വൈറ്റമിൻസിൻ്റെ സപ്ലിമെൻറ്റേഷൻസ് ആണ്. അതിൽ വൈറ്റമിൻസ് പ്രധാനമായിട്ട് നമ്മൾ ഉപയോഗിക്കുന്നത് B2 റൈബോഫ്ലാവിൻ എന്നറിയപ്പെടുന്ന വൈറ്റമിനാണ്. അത് ഉപയോഗിച്ച് കഴിഞ്ഞാൽ പലരിലും ഈ ജോഗ്രഫി ടങ്ങിൻ്റെ പ്രശ്നങ്ങൾ കുറയുന്നത് നമ്മൾ കണ്ടുവരുന്നുണ്ട്. രണ്ടാമത്തെ വൈറ്റമിനായിട്ട് നമ്മൾ ഉപയോഗിക്കുന്നത് B6 പിരിഡോക്സിൻ. അതും ഇതേപോലെ തന്നെ നല്ലപോലെ കുറയുന്നതായിട്ട് കണ്ടുവരുന്നുണ്ട്. മൂന്നാമതായിട്ട് ഉപയോഗിക്കുന്നതാണ് B9 ഫോളിക് ആസിഡ്. ഫോളിക് ആസിഡ് നമുക്കെല്ലാം പരിചയമുള്ള ഒരു വൈറ്റമിൻ ആയിരിക്കും. ഗർഭിണികൾ സ്ഥിരമായിട്ട് കഴിക്കുന്ന ഒരു വൈറ്റമിനാണ് ഫോളിക് ആസിഡ്. ന്യൂറൽ ട്യൂബ് ഡിഫക്റ്റ് കുട്ടികളിൽ ഇല്ലാതിരിക്കാനായിട്ട് ഗർഭിണികളിൽ അത് ഉപയോഗിക്കാറുണ്ട്. അതേപോലെ തന്നെ ഫോളിക് ആസിഡ് കഴിച്ചു കഴിഞ്ഞാൽ ജോഗ്രഫി ടങ്ങിൽ നല്ല മാറ്റങ്ങൾ വരുന്നതും അതിൻ്റെ ബുദ്ധിമുട്ടുകൾ നന്നായിട്ട് കുറയുന്നതും കാണാറുണ്ട്. അതേപോലെ തന്നെ അയൺ കഴിച്ചു കഴിഞ്ഞാലും സിങ്ക് കഴിച്ചു കഴിഞ്ഞാലും ജോഗ്രഫി ടങ് നന്നായിട്ട് കുറയുന്നത് കാണാറുണ്ട്. അപ്പോൾ ഇങ്ങനെ മൾട്ടിപ്പിൾ വൈറ്റമിൻസ് നമ്മൾ സപ്ലിമെൻറ്റ് ചെയ്യാറുണ്ട്. അതേപോലെ തന്നെ വൈറ്റമിൻ എ, വൈറ്റമിൻ D3 ഈ വൈറ്റമിൻസ് എല്ലാം ഉപയോഗിച്ച് കഴിഞ്ഞാൽ ജോഗ്രഫി ടങ്ങിൻ്റെ ബുദ്ധിമുട്ടുകൾ കുറയുന്നത് നമ്മൾ കാണാറുണ്ട്. അപ്പോൾ ഇങ്ങനെ ജോഗ്രഫി ടങ് സിംറ്റമാറ്റിക് ആയിട്ടുള്ള ആളുകളിൽ ഇതേപോലെ വൈറ്റമിൻസിൻ്റെ സപ്ലിമെൻറ്റേഷൻസ് നമ്മൾ ഉപയോഗിക്കാറുണ്ട്. അത് റെഗുലറായിട്ട് കുറച്ച് നാളുകൾ ഉപയോഗിച്ച് കഴിഞ്ഞാൽ അവർക്ക് വളരെ വ്യത്യാസം കാണാറുണ്ട്. അതേപോലെ തന്നെ ഒരു പ്രത്യേക രീതിയിലുള്ള വൈറ്റമിനാണ് വൈറ്റമിൻ B12. അത് മിക്കപ്പോഴും ഇഞ്ചെക്ഷൻസ് ആയിട്ട് കൊടുക്കേണ്ടി വരും. പ്രത്യേകിച്ചും അതിൻ്റെ ഡെഫിഷ്യൻസി ഉള്ള ആളുകളിൽ പെർനീഷ്യസ് അനീമിയ എന്നറിയപ്പെടുന്ന അസുഖത്തിലാണ് അതിൻ്റെ ഡെഫിഷ്യൻസി കൂടുതലായിട്ട് കണ്ടുവരുന്നത്. അങ്ങനെ അത് ഡെഫിഷ്യൻ്റ് ആയിട്ടുള്ള ആളുകളിൽ അതിൻ്റെ ഇഞ്ചെക്ഷൻസ് എടുക്കേണ്ടി വരും. അപ്പോൾ ഇതൊക്കെ എടുത്തു കഴിഞ്ഞാൽ വിറ്റമിൻ B12 ഇഞ്ചെക്ഷൻസ് ഒക്കെ എടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ കുറവുള്ള ആളുകളിലാണെങ്കിൽ ജോഗ്രഫി ടങ് പെട്ടെന്ന് തന്നെ മാറുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും. പൂർണ്ണമായിട്ട് മാറിയില്ലെങ്കിൽ തന്നെയും അത് വരുന്നതിൻ്റെ ഫ്രീക്വൻസി കുറയും, അതിൻ്റെ സിംറ്റംസ് കുറയും, ബുദ്ധിമുട്ടുകൾ കുറയും. ഇനി നമുക്ക് ചെയ്യാവുന്ന കാര്യം, നമ്മൾ പുകവലിക്കുന്ന ഒരാളാണെങ്കിൽ അതിൻ്റെ സ്മോക്കിംഗ് നിർത്തിവെച്ചാൽ ഈ ജോഗ്രഫി ടങ് വരുന്നത് നന്നായിട്ട് കുറയുന്നതായിട്ട് കണ്ടുവരുന്നുണ്ട്. അതുപോലെ സ്ഥിരമായിട്ട് മദ്യപിക്കുന്ന ആളാണെങ്കിൽ അത് മദ്യം നിർത്തിക്കഴിഞ്ഞാൽ ജോഗ്രഫി ടങ് വരുന്നത് കുറയുന്നതായിട്ട് കാണാറുണ്ട്. ഇനി നമ്മുടെ ഭക്ഷണത്തിൽ നമ്മൾ വളരെ നാക്കിനെയൊക്കെ വളരെ മോശമായ രീതിയിൽ ബാധിക്കുന്ന ഭക്ഷണങ്ങൾ, സ്പൈസി ആയിട്ടുള്ള ഭക്ഷണങ്ങൾ. ഇന്ത്യക്കാർ പൊതുവേ സ്പൈസി ഭക്ഷണം ഇഷ്ടപ്പെടുന്നവരാണ്. എന്നാൽ വെസ്റ്റേൺ പീപ്പിൾ അത്രയും സ്പൈസി ഉപയോഗിക്കുന്ന ആളുകളല്ല. അപ്പോൾ നമ്മുടെ സ്പൈസി ഫുഡ് പലർക്കും ടോളറബിൾ ആയിട്ടുള്ള രീതിയിലല്ല ഉപയോഗിക്കുന്നത്. അത്രയ്ക്കും സ്പൈസി ആയിട്ടുള്ള ഭക്ഷണങ്ങൾ ഉപയോഗിച്ച് കഴിഞ്ഞാൽ നാക്കിനും ടോളറേറ്റ് ചെയ്യാൻ ബുദ്ധിമുട്ടായിരിക്കും. പ്രത്യേകിച്ചും ജോഗ്രഫി ടങ് വന്ന് നാക്കിലെ രസമുകളിൽ പോയിരിക്കുന്ന സമയത്ത് നമ്മൾ സ്പൈസി ഫുഡ് കഴിച്ചാൽ അത് കൂടും. അത് കാരണം സ്പൈസി ഫുഡ് നന്നായിട്ട് ഒഴിവാക്കി കഴിഞ്ഞാൽ ഈ പറഞ്ഞ ബുദ്ധിമുട്ട് വളരെ കുറയുന്നത് നമ്മൾ കണ്ടുവരുന്നുണ്ട്. അതുപോലെ തന്നെ സോഫ്റ്റ് ബിവറേജസ് അത് ഉപയോഗിച്ച് കഴിഞ്ഞാലും ഇപ്പോൾ നമ്മൾ ബിവറേജസിലുള്ള ഹൈ കണ്ടൻറ്റ് ഫ്രക്ടോസ് ചിലപ്പോൾ ജോഗ്രഫി ടങ് കൂട്ടുമെന്നാണ്. അതിന് കൃത്യമായിട്ടുള്ള എവിഡൻസ് ഇല്ലെങ്കിൽ തന്നെയും ബിവറേജസ് ഇച്ചിരി കുറയ്ക്കുന്നതാണ്, ബിവറേജസ് ഉപയോഗിക്കുന്നത് ഒഴിവാക്കുന്നതാണ് ജോഗ്രഫി ടങ്ങിന് നല്ലത് എന്നാണ് പ്രാഥമികമായിട്ടുള്ള നമ്മുടെ വിവരം പഠനങ്ങളിൽ നിന്നും മനസ്സിലാക്കിയിട്ടുള്ളത്.
ഇനി വേറൊരു കാര്യം, നാക്കിൻ്റെ ഹൈജീൻ എപ്പോഴും വളരെ നാക്കിനെ എപ്പോഴും ഹെൽത്തി ആയിട്ട് നിർത്തുക. ഉദാഹരണമായിട്ട് ഭക്ഷണം ഓരോ പ്രാവശ്യം കഴിച്ചു കഴിഞ്ഞാലും നാക്കിൽ എന്തെങ്കിലും ഭക്ഷണ പദാർത്ഥങ്ങൾ പറ്റി പിടിച്ചിരിക്കുന്നത് തടയുക, അല്ലെങ്കിൽ അതിൽ ഇൻഫെക്ഷൻ വരാതെ നോക്കുക. അങ്ങനെ നന്നായിട്ട് തണുത്ത വെള്ളം ഉപയോഗിച്ച് നാക്ക് കഴുകിയാൽ തന്നെ, വായു ഫുള്ളായിട്ട് കഴുകിയാൽ തന്നെ, ഭക്ഷണം അവിടെ ഇരിക്കുന്നത് നമ്മൾ മാറ്റിയെടുത്താൽ തന്നെ നമ്മുടെ ഓറൽ ഹൈജീൻ നന്നായിട്ട് കൂടും. അത് ജിയോഗ്രഫി ടങ്ക് വരുന്നത് കുറയുകയും ചെയ്യും. അപ്പോൾ ഇങ്ങനെ മൾട്ടിപ്പിൾ വൈറ്റമിൻസിൻ്റെ സപ്ലിമെൻറ്റേഷനും ഇതേപോലെയുള്ള ചില ഭക്ഷണത്തിലും നമ്മുടെ ജീവിത രീതിയിലുള്ള മാറ്റങ്ങളും മൂലം ജിയോഗ്രഫി ടങ്ക് നന്നായിട്ട് കുറയ്ക്കാനായിട്ട് കഴിയും. ഇതാണ് ഈ ഇന്നത്തെ എപ്പിസോഡ് ഞാൻ പറയാനായിട്ട് ആഗ്രഹിച്ചത്. എല്ലാവർക്കും ഇത് ഇഷ്ടമായെന്ന് ഞാൻ കരുതുന്നു. എല്ലാവർക്കും എൻ്റെ നന്ദി, നമസ്കാരം.